BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDAക്ക് അധികാര തുടർച്ച നേടാൻ സഹായകമായത് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയാണ് എന്ന വിവരം പുറത്തു വന്നിരുന്നു. നിതീഷ് കുമാർ സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷ, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചിരുന്നു. കേരളത്തിൽ ശക്തമായ മുന്നണി പോരാട്ടമാണ് 2026 ഇനി നടക്കാൻ പോകുന്നത്. മൂവർക്കും ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ത്രീ വോട്ടർമാരെ കൂടെ കൂട്ടുക എന്നതാണ് ഇത്തവണത്തെ മുന്നണികളുടെ തീരുമാനം. കേരളത്തിൽ ഇത്ര കണ്ട് സ്ത്രീ സ്വാധീനം ഉറപ്പിക്കാനുള്ള തീരുമാനത്തിന് പുറകിലെ പ്രചോദനം ഒരർത്ഥത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പാണ് എന്നും പറയാം. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നതാണ് പ്രചരണത്തിലെ പ്രധാന തന്ത്രം. പുതിയ സർക്കാർ നീക്കങ്ങൾ വിലയിരുത്തുമ്പോൾ ഇത് വ്യക്തമാകും. കേരളത്തിൽ LDF സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിക്കുള്ള അപേക്ഷ ഇപ്പോൾ മുതൽ തന്നെ K-സ്മാർട്ടിലൂടെ ഓൺലൈനായി തന്നെ സമർപ്പിക്കാനുള്ള സൗകര്യവും സർക്കാർ ചെയ്തു കഴിഞ്ഞു. ഇതുവരെ വീടിനകത്തുള്ള സ്ത്രീകളുടെ അധ്വാനം ഒരു കണക്കിലും ഉൾപ്പെടുത്തിയിരുന്നില്ല. ആരും കണക്കിലെടുക്കാത്ത കാണാപ്പണിയായിരുന്നു ആ അധ്വാനമെന്നും ആ കാണാപ്പണിയാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നതുമെന്നുമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ MP രാജേഷിന്റെ അഭിപ്രായം. പദ്ധതിയിലൂടെ LDF സർക്കാർ ഒരു സാമ്പത്തിക ആനുകൂല്യം ഉറപ്പാക്കുക മാത്രമല്ല, സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ ലക്ഷ്യം മറ്റൊന്നുമല്ല. വനിതാ വോട്ടർമാരെ LDF ലക്ഷ്യമിടുമ്പോൾ UDFും അടങ്ങിയിരുന്നില്ല. ആദിവാസി സമര നായികയായി CK ജാനുവിനെ കൂടെ കൂട്ടാനുള്ള UDFിന്റെ തീരുമാനം വനിതാ വോട്ടർമാരെ ലക്ഷ്യമിട്ട് തന്നെയാണ്. വയനാട് MP പ്രിയങ്ക ഗാന്ധി പ്രചരണത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് UDFിന്റെ പ്രതീക്ഷ. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കളം നിറഞ്ഞ വനിതകൾ തന്നെയാണ് ഉദാഹരണമായുള്ളത്. കുറച്ചു കാലങ്ങളിലായി BJPയുടെ ഈ വനിതാ നീക്കം അക്ഷരാർത്ഥത്തിൽ ഗുണം ചെയ്തതായി റിസൾട്ടുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്റെയും BLMന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.